ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെയും മഹാത്മാവാണ് ഗാന്ധി. ഒരിക്കലും ഒരു പാർട്ടി നേതാവായി ഗാന്ധിയെ ഒരു ഇന്ത്യക്കാരനും കരുതിയിട്ടുണ്ടാവില്ല. എന്നാൽ അങ്ങനെ കരുതുന്നവരും നമുക്ക് ചുറ്റിനുമുണ്ട്, പ്രത്യേകിച്ച് മലയാളികൾ. അതിന് ഏറ്റവും വലിയ തെളിവാണ് പുറത്തുവരുന്ന ഈ ഒരു ശബ്ദ സന്ദേശം. നമുക്ക് ആദ്യം ആ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ ടു എല്ലാ പാരൻസിനും. 2-ാം തീയതി ബുധനാഴ്ച സ്കൂൾ വർക്കിംഗ് ആണ്. രാവിലെ മുതൽ 9 മുതൽ 3:30 വരെ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ബുക്സ് കൊടുത്തേക്കണം. തീർച്ചയായിട്ടും ഇന്ന് ക്ലാസ്സുകളുണ്ടാവും. അതുകൊണ്ട് pre-KG മുതൽ +2 വരെ എല്ലാവർക്കും ക്ലാസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ബുക്സ് കൊടുത്തേക്കണം. വൈകുന്നേരം 3:30 ക്ലാസ് വിടത്തുള്ളൂ. ഓക്കെ, അന്ന് ഗാന്ധി ജയന്തിയാണ്. ഗാന്ധി ജയന്തി നമ്മൾ വർക്ക് ചെയ്യണത് തെറ്റൊന്നുമില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു 4 ദിവസം ഹോളിഡേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കോമ്പൻസേഷനിലോട്ട് വേണം പോണത്. അതുകൊണ്ട് ഫുൾ വർക്കിംഗ് ഡേ ആയിരിക്കും, രാവിലെ 9 to 3:30. ഓക്കെ, ശരി. ഇത് BJP നേതാവ് രാജശേഖരനും ഭാര്യയും നടിയുമായ രാധയും മക്കളും ചേർന്ന് നടത്തുന്ന CBSE സ്കൂളായ സായി കൃഷ്ണ പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പാളിന്റെ ഓഡിയോയാണ്. നെയ്യാറ്റിൻകരയ്ക്ക് സമീപം ചെങ്കലിലാണ് ഈ സ്കൂള് പ്രവർത്തിക്കുന്നത്. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 രാജ്യവ്യാപകമായി പൊതു അവധിയായി ആഘോഷിക്കാറുണ്ട്. എന്നാൽ ഒക്ടോബർ 2 അവധി ദിവസമല്ല, സ്കൂൾ പ്രവൃത്തി ദിവസമാണെന്നും പ്രൈമറി ക്ലാസ് മുതലുള്ള കുട്ടികൾ സ്കൂളിൽ ഹാജരാകണമെന്നും ഓഡിയോയിൽ പറയുന്നു. RSSകാരുടെ ഗോഡ്സെ സ്നേഹം നമുക്കറിയാമെങ്കിലും ഗാന്ധിയെ ഇത്തരത്തിൽ അപമാനിച്ചത് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല. ഗാന്ധിജി എന്ന മഹാത്മാവിനോടുള്ള കടുത്ത നിന്ദയാണ് പ്രിൻസിപ്പാളിന്റെ ഈ പ്രവൃത്തിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ശബ്ദ സന്ദേശം പുറത്തു വന്നതോടെ കടുത്ത വിമർശനമാണ് സ്കൂളിന്റെ നടപടിക്കെതിരെ ഉയരുന്നത്. BJP നേതാവിന്റെ സ്കൂളായതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഗാന്ധിയെ അവഹേളിക്കാനാണ് ഗാന്ധി ദിനത്തിൽ ക്ലാസുകൾ വച്ചിരിക്കുന്നത് എന്നാണ് ഉയരുന്ന ആക്ഷേപം. എന്നാൽ നാളെ പ്രവൃത്തി ദിവസമല്ല, മറിച്ച് സേവനവാരത്തിനായാണ് കുട്ടികളെ സ്കൂളിലേക്ക് ക്ഷണിച്ചത് എന്നാണ് പ്രിൻസിപ്പാൾ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.